ാണ് കഴിഞ്ഞ ദിവസം നമ്മളെയൊക്കെ ഏറെ ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു. കണ്ണൂരിൽ കൈതപ്രത്ത് ഓട്ടോ ഡ്രൈവർ വെടിയേറ്റു മരിച്ചു എന്നുള്ളത്. രാധാകൃഷ്ണന്റെ കൊലപാതകം ആസൂത്രിതം എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പോലീസ്. കുടുംബ പ്രശ്നത്തെ തുടർന്നുണ്ടായ വ്യക്തിവിരോധവും സാമ്പത്തിക തർക്കവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. പ്രതി പെരുമ്പടവ് സ്വദേശി സന്തോഷിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. KV ബൈജു ആണ് ചേരുന്നത് കൂടുതൽ വിവരങ്ങളുമായി. ബൈജു, തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏറെ ഞെട്ടിപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ നൽകുന്ന ഒരു പ്രാഥമിക വിലയിരുത്തലുകൾ അതെങ്ങനെയാണ് ബൈജു? തീർച്ചയായും ആര്യ, അത്രത്തോളം ദാരുണമായ ഒരു സംഭവമാണ് കൈതപ്രത്ത് ഇന്നലെ നടന്നത്. ഈ രാധാകൃഷ്ണൻ, അതായത് ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ഈ സംഭവം ആസൂത്രിതമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ വലിയ തോതിൽ ഇയാളെ ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇന്നും അയാളെ ഈ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോലീസ് പ്രാഥമികമായി നമുക്ക് നൽകുന്ന വിവരം, ഇവർ തമ്മിൽ കുടുംബപരമായി പ്രശ്നമുണ്ടായിരുന്നു. ഇതേ തുടർന്നുണ്ടായ വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. അതോടൊപ്പം ഇയാളുടെ വീടിന്റെ നിർമ്മാണ കരാർ ആദ്യം ഏറ്റെടുത്തിരുന്നത് ഈ പ്രതിയാണ്, ഈ സന്തോഷ് എന്ന പ്രതിയാണ്. അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാട് ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഇതിനിടയിൽ തന്നെ ഇയാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഈ കൊലപാതകം നടത്തുന്നതിന് തൊട്ട് മുൻപ് ഇയാൾ 2 പോസ്റ്റുകളാണ് ഇട്ടത്. ഒന്ന് വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള പോസ്റ്റും, മറ്റൊരു പോസ്റ്റിൽ ഇയാൾ തോക്കും പിടിച്ചു നിൽക്കുന്ന ഒരു പോസ്റ്റാണ്. ഇതിൽ പറയുന്നത് കൊള്ളിക്കുക എന്നത് ടാസ്ക് ആണ്, എന്തായാലും കൊള്ളിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇതിൽ അടിക്കുറിപ്പിട്ടിട്ടുണ്ടായിരുന്നത്. ഒരു തോക്കും പിടിച്ചിട്ടുള്ള ഒരു ഫോട്ടോ, ഇതാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലടിയിൽ നിരവധി കമന്റുകളാണ് ഇയാൾക്ക് എതിരെയും മറ്റുമായി ഇപ്പോഴും വരുന്നത്. ഏതായാലും പോലീസ് ഇയാളെ ഇപ്പോഴും ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ രാധാകൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഇന്ന് നടക്കും. ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ഉച്ചയോടുകൂടി വിട്ടു നൽകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് 10 മണിയോടുകൂടി ഔദ്യോഗികമായ ഒരു വാർത്താ സമ്മേളനം നടത്തി അതിൽ വിശദീകരണം നൽകും. എന്തായാലും ഇപ്പോൾ പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഇവർ തമ്മിൽ കുടുംബപരമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നത്തെ തുടർന്ന് ആസൂത്രിതമായി ഇയാൾ വീട്ടിലേക്ക് എത്തുകയും പിന്നീട് വെടിവെച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. എന്നാലും ഇയാൾ ഈ തോക്ക് അത് ഇതുവരെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് സംബന്ധിച്ച പോലീസ് തെരച്ചിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. കൊലപാതകവുമായി ബന്ധപ്പെട്ട നിർണായക തെളിവ് ബൈജു, ഈ തോക്ക് ഇയാളുടെ സ്വന്തം ആണോ, ഒരുപാട് നാളായി കൈവശം വെച്ച് വന്നിരുന്നതാണോ? എന്താണ് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് അറിയുന്ന വിവരങ്ങൾ? തീർച്ചയായും ആര്യ, ഇയാള് ഈ കാട്ടുപന്നി ശല്യത്തെ പ്രതിരോധിക്കാനുള്ള റെസ്ക്യൂ ടീമിലെ ഒരു അംഗം കൂടിയായിരുന്നു. ഇയാൾക്ക് സ്വന്തമായി ഈ തോക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന വിവരം. ആ തോക്ക് ഉപയോഗിച്ചാണ് ഈ വെടി വെച്ച് കൊലപ്പെടുത്തിയത്. നെഞ്ചിൽ ആണ് ഈ രാധാകൃഷ്ണനെ വെടിയേറ്റത്. വലിയ തോതിൽ ആ സമയത്ത് ചോരയിൽ കുളിച്ച് കിടക്കുന്നത് നാട്ടുകാരാണ് ആദ്യം കാണുന്നത്. പിന്നീട് ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണ് ഇദ്ദേഹം മരണം സംഭവിക്കുന്നതും. എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ലൈസൻസ് ഉള്ള തോക്ക് ഇയാൾക്കുണ്ട് എന്ന കാര്യം പോലീസ് പറയുന്നു. ആ ഫോട്ടോ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതേ തോക്ക് പിടിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ആണ് ഇയാൾ ഏറ്റവും ഒടുവിലായി പോസ്റ്റ് ഈ കൊലപാതകം നടത്തുന്നതിന് തൊട്ട് മുന്നേ പോസ്റ്റ് ചെയ്തിരുന്നത്. ഇയാൾ ഇവരുടെ കുടുംബപരമായും അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു നേരത്തെയൊക്കെ. അതിനിടയിൽ ഉയർന്ന ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നത്തെ തുടർന്നുണ്ടായ വ്യക്തിവൈരാഗ്യം, ഇത് തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. കൊലപാതകം നടത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇയാൾ ഇവിടെ എത്തിയതെന്നും പറയുന്നുണ്ട്. ഇന്നലെ 6:30 കൂടിയാണ് ഇത്തരത്തിൽ കൈതപ്രത്തെ നിർമ്മാണം നടക്കുന്ന രാധാകൃഷ്ണന്റെ വീട്ടിൽ വെച്ച് ഇത്തരത്തിൽ വെടിവെച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിന് ശേഷം ഇയാൾ ഇതിന്റെ വീടിനകത്ത് തന്നെ മുറിയിൽ ഒളിച്ച് നിൽക്കുകയായിരുന്നു. പോലീസ് എത്തി പരിശോധന നടത്തുമ്പോഴാണ് ഇയാളെ അവിടുന്ന് പിടികൂടുന്നതും. അപ്പോൾ തന്നെ ഇയാൾ താനെല്ലാം പറയാമെന്നായിരുന്നു പോലീസിനോടും വ്യക്തമാക്കിയിരുന്നത്. മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ പോലീസിന് വലിയ ചോദ്യം ചെയ്യൽ ഇന്നലെ സാധിച്ചിട്ടില്ല. ഇന്ന് ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഏതായാലും ഇന്ന് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന വിവരം. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ആ തോക്ക് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ച് ഏറെ നിർണായകം. അതോടൊപ്പം ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വരികയാണ്. അപ്പോൾ അതിൽ മരണകാരണമടക്കം വ്യക്തമായി അത് പോലീസിനൊരു തെളിവായി മാറും എന്നുള്ളതാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണം പുരോഗമിക്കുകയാണ്.